അതാ എല്ലാരും ഹലോ, വീണ്ടും ഞങ്ങൾ വയനാട് എത്തിയിരിക്കുകയാണ്. ഇന്ന് വയനാട് വന്നത് അവളെ കൊണ്ടാക്കിയിട്ട് ലക്ഷ്മിനെ ഒന്ന് കാണാൻ വേണ്ടിയാണ്. അപ്പോൾ വരുന്ന കാര്യം അവളടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ ഓർത്ത് എന്തായാലും വയനാട് എൻട്രി ആയി. ഇപ്പം നമ്മുടെ കരിന്തണ്ടൻ, അതായത് നമ്മുടെ വയനാട് കോഴിക്കോട് പാത കണ്ടുപിടിച്ച മൂപ്പനാണ് നമ്മുടെ. അപ്പോൾ ആളുടെ ഒരു പ്ലേസിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ആളെ ചങ്ങലയിട്ട് ബന്ധിച്ച സ്ഥലം. അതായത് 1700 1750 കാലഘട്ടങ്ങളിൽ ഈ ചിപ്പിലത്തോട് കാടുകളിൽ ജീവിച്ചിരുന്നതാണ് പണിയ മൂപ്പനാണ് നമ്മുടെ കരിന്തണ്ടൻ. അപ്പം ആളുടെ ഇവിടെ നിന്ന് അടക്കിയിരിക്കുന്ന ആളെ ബ്രിട്ടീഷുകാരാണ് കൊലപ്പെടുത്തിയ ആളെ ഈ വഴി ആർക്കും കണ്ടുപിടിക്കാണ്ടിരിക്കാൻ വേണ്ടി. എന്തായാലും ഇപ്പം ഇതെല്ലാം കാണാൻ നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണിച്ച ആളുടെ ചങ്ങലയും കാര്യങ്ങളെല്ലാം. ഇതാണിപ്പോൾ ആളെ അടക്കിയിരിക്കുന്ന ചങ്ങല, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ചങ്ങലയിലാണ് ആളുടെ ആത്മാവ് കൂടിയിരിക്കുന്നത്. ഇപ്പോൾ ഇതിലിപ്പോൾ ഈ ചങ്ങല വളരുമെന്നൊക്കെയാണ് ഈ പ്രദേശവാസികളൊക്കെ പറയുന്നത്. എന്തായാലും ഭയങ്കര അറ്റ്മോസ്ഫിയറാണ്. എനിക്ക് തോന്നുന്നത് വയനാട് എൻട്രി ആവുന്ന ബോർഡർ കഴിഞ്ഞിട്ട് ആരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു സ്ഥലമാണ്. എന്നാൽ എല്ലാവർക്കും അറിയാവുന്നൊരു സ്ഥലം കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇത് വരിക, അതായത് ഇവരും പാസ് ചെയ്ത് കുറച്ചിങ്ങോട്ട് വന്നാൽ മതി, ഇത് എല്ലാവരും കാണാൻ പറ്റും. അടിപൊളിയാണ്. എന്തായാലും ഒരു സ്പെഷ്യൽ വൈബാണ്. നമ്മളിവിടെ പ്രാർത്ഥിച്ചിട്ട് പോകത്തുള്ളൂ എല്ലാവരും. അപ്പം നമുക്ക് എന്തായാലും ഇപ്പോൾ യാത്രയാവും. അപ്പോൾ നമ്മൾ യാത്രയാണ് ഇവിടുന്ന്. നേരെ ഇനി ഇവിടുന്ന് ഒരു 10-20 കിലോമീറ്റർ അടുത്തുണ്ട്, അങ്ങോട്ട് യാത്രയാണ്. വരുമ്പോൾ അവളെ ഹോസ്പിറ്റലിലാണ്, ഇപ്പം അഡ്മിറ്റാണ്. അപ്പോൾ ഒന്ന് കാണാമെന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയുള്ള ഇതിലാണ്. അപ്പം ഞാൻ, കണ്ണൻ, വിഷ്ണു, ഇച്ചുട്ടി, നമ്മുടെ അപ്പുകുട്ടൻ എല്ലാവരും കൂടെ യാത്ര ചെയ്തിരിക്കുകയാണ്. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് താങ്ക്സ് പറയാനുള്ള നമ്മുടെ ഉണ്ണിക്കുട്ടൻ്റെ അച്ഛൻ ഇതാണ്. നമുക്കിപ്പോൾ 4ാമത് പ്രാവശ്യം പുള്ളി വണ്ടി ഒന്ന് സഹായിച്ചത്. അപ്പോൾ എന്തൊരാവശ്യം റൈറ്റ് എഴുതി കൊണ്ടുപോകൂടാന്ന് പറഞ്ഞിട്ട് അത് ഭയങ്കര ഒരു മറക്കാൻ പറ്റാത്ത ഇതാണ്. ആരും അങ്ങനെ തരത്തില്ല, പ്രത്യേകിച്ച് ഇത്ര ലോങ്ങും കാര്യങ്ങളും. അപ്പോൾ ഉണ്ണിക്കുട്ടൻ്റെ അച്ഛനെ സ്പെഷ്യൽ താങ്ക്സ് ടു ഞങ്ങളുടെ തലമുറ വ്ളോഗിൻ്റെ എല്ലാവിധ ആശംസകളും തരുന്നു. ഓക്കെ, ഈ ബാഗ് ഉണ്ണിക്കുട്ടൻ അച്ഛൻ കൊടുത്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ ജൂബിലിയാണ്, ജൂബിലി റെസ്റ്റോറൻറ്റ്, അതായത് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ നമ്മൾ ഇത്ര ഓടിച്ചു വന്നപ്പം എന്നിട്ട് ഭക്ഷണം കഴിക്കാം. വാഴയിലാണ് വേണ്ടി ബിരിയാണി ഭയങ്കര സൂപ്പറാണ്, അടിപൊളിയാണ്. ഞാൻ കഴിച്ചാണെങ്കിലല്ല, നമ്മൾ കഴിച്ചില്ല. അപ്പോൾ നമ്മൾ വിനായക ഹോസ്പിറ്റൽ ബത്തേരിയിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങളിത് വിച്ചുട്ടി കുറേ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ഒരു ഫേവറേറ്റ് ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ട് നമ്മുടെ ജൂബിലിയിൽ നിന്ന്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോവുകയാണ്. കയറ്റി വിടാൻ അറിയത്തില്ല, കോവിഡ് പ്രോട്ടോക്കോളൊക്കെ അല്ലാണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ലിച്ചിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അല്ല സോറി, ലിച്ചിൻ്റെ ഹോസ്പിറ്റലിലെ റൂമിലെത്തിയിരിക്കുകയാണ്. റൂം അങ്ങനെ മാറി പോവാ, പണിപാടുവാ. അതാ എല്ലാരും നമസ്കാരം. ഇവര് യാത്രയായാണ്. ഇത് മാമി, ഇത് മാമിയുടെ മോള്, മാമന്റെ മോള്, എൻ്റെ മോൻ ലക്ഷ്മി, ലക്ഷ്മി അമ്മ. അവരൊന്നും സൂം ചെയ്യുന്ന വേണ്ട, ഒരാർക്കാരും കാണിച്ചില്ല. അപ്പം കുറച്ച് നാൾക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഷുഗറൊക്കെ ആയിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റാണ്. നാളെ വിടുമായിരിക്കും. അപ്പോൾ തലപോയതെങ്കിലൊക്കെ കുറേ മിസ് ചെയ്ത് ചെയ്യാറില്ല, കൊളാക്കി നശിപ്പിച്ചോണ്ടിരിക്കുകയായിരുന്നു ശരിക്കും. കുറേ മിസ് ചെയ്ത്, അപ്പുകുട്ടനൊക്കെ കുറേ മിസ് ചെയ്ത്. എന്തായാലും ഫെബ്രുവരി 15-ാണ് ഡേറ്റ് പറഞ്ഞത്. അപ്പോഴാണ് ഡേറ്റ് വന്നിരിക്കുന്നത്. എന്തായാലും എല്ലാവരും പ്രാർത്ഥന വേണം, എല്ലാവരും ഒരു സപ്പോർട്ട് വേണം. ഒരുപാട് പ്രതിസന്ധി നിന്നിട്ട് നമ്മൾ വിൽ ഫൈറ്റ് ദി സിറ്റുവേഷൻസ് ആൻഡ് വി വിൽ അച്ചീവ് ദ പൊസിഷൻസ് ആൻഡ് വി ആർ കാപ്പബിൾ. മതിയാ
എനിക്കൊന്ന് ഓണായിട്ട് പറയാം. അപ്പൊ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സി യു, വി വിൽ മീറ്റ്. നല്ലൊരു വ്ലോഗായിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം. ഇതാണ് ഇപ്പം ഞങ്ങൾ പറയുന്നത്. പക്ഷെ ഞാൻ കാണുന്നത് ചേട്ടാ അതില്ല. എന്തായാലും ഈ ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങളൊക്കെ മാറേണ്ട ഒരു എല്ലാവർക്കും അറിയാമല്ലോ ഈ സിറ്റുവേഷനിൽ ഒരുപാട് ആലപ്പുഴ വയനാട് ഭയങ്കര ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ കയറി ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും ഓരോന്നും ചെയ്യുന്നത്. ഇപ്പം എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രീ ആയിട്ട് വേണം സ്വസ്ഥമായിട്ട് നമുക്ക് അടിപൊളിയായിട്ടൊരു വ്ലോഗൊക്കെ ചെയ്യാൻ. ഇപ്പം എന്തായാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിടും, നല്ല നല്ല ചെയ്തിടും. ഓക്കെ, അപ്പം എന്തായാലും ഇന്ന് ലക്ഷ്മിനെ കാണാൻ പറ്റി. ശരിക്കും പറഞ്ഞാൽ കാണാൻ പറ്റാത്തതാണ്. ഫെബ്രുവരി വരാൻ വേണ്ടിയിട്ടാണ് ഒന്ന് വരാൻ തോന്നി, വന്നു കണ്ടു, അങ്ങനെ ഹാപ്പി ആയി. പാവം ട്രിപ്പൊക്കെ ഇട്ട് ആകപ്പാടെ സീനിലാണ്. ഞങ്ങൾ വ്ലോഗ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിപ്പോ ഒരാള് ബാത്റൂമിൽ കയറി ഇവിടുത്തെ പേടിച്ചിട്ട്. ഇവിടുത്തെ അമ്മ